യെസ്, അങ്ങനെ നമ്മുടെ തീപാറും പോരാട്ടം അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. കഴിയാറായി, നമ്മുടെ യാത്ര കഴിഞ്ഞു. വിഷമമുണ്ട് ഇപ്പോ, ഒരുപാട് മണ്ഡലങ്ങൾ കൂടി പോകേണ്ടത്. ഇവിടെ ആര് വരുമെന്നാണല്ലോ നമുക്ക് അറിയേണ്ടത്. സുല്ലേ, നമുക്ക് വളരെ പെട്ടെന്ന് കുറച്ച് സമയം ബാക്കിയുള്ളൂ. മധ്യ കേരളത്തിൽ എത്ര സീറ്റ് UDF നേടാൻ സാധ്യതയുണ്ട്? മധ്യ കേരളം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അതായത് ഇടുക്കി, എറണാകുളം, കോട്ടയം, ഈ 3 ജില്ലകൾ വളരെ എനിക്ക് തോന്നുന്നു ഏറ്റവും നിർണായകമായിരിക്കും. കാരണം UDF അല്പം സാധ്യത ഉള്ള മേഖലയാണ്. അതായത് പ്രത്യേകിച്ച് എറണാകുളം മാത്രമാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും UDF ഒന്ന് ചേർന്ന് നിന്ന ഒരു മണ്ഡലം എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇടുക്കി വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി ഒരു ജില്ലയായി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനീ പറഞ്ഞ പോലെ മലബാറിൽ ഇപ്പോൾ നിലവിൽ വരുന്ന ഒരു കണക്കനുസരിച്ചാണെങ്കിൽ ഒരു വലിയ വേവ് ഒന്നും ആർക്കില്ല, LDF-നില്ല. അപ്പോൾ അവിടെ വലിയ വ്യത്യാസം. ആ കാറ്റ് മധ്യ കേരളത്തിലൂടെ അടിച്ചു പോകുമോ എന്നതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. അവിടെ ഒറ്റ കാര്യം കൂടി പറയാം. അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു വേവ് ഒരു പക്ഷേ ഇവിടേക്ക് എത്തുമ്പോൾ, ഈ തെക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ വളരെ കുറഞ്ഞു വരാനാണ് സാധ്യത. അതുകൊണ്ട് അതിന്റെ ഒരു വേവ് കൊച്ചി നേരത്തെ തിരുവനന്തപുരത്ത് ഒന്നും ഉണ്ടാവില്ല. മധ്യകേരളത്തിലെ വലിയ തിരിച്ചടി ഉണ്ടാവും LDF-ന്. മധ്യകേരളം എല്ലാ കാലത്തും നിൽക്കുന്ന പോലെ UDF-ന് കുറച്ച് സീറ്റ് അധികം ഉണ്ടാവും. പക്ഷെ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ഈ 4 ജില്ലകളിൽ നിന്നായിട്ട് അവർക്ക് അവിടെ മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് ഉണ്ടാകാനുള്ള സാധ്യത. മധ്യകേരളത്തിലേറെ കുറെ സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ UDF-ന് കുറച്ച് ആശ്വാസമായിരിക്കും. പക്ഷെ തെക്കൻ കേരളത്തിൽ അവർ അതേപോലെ സീറ്റ് പിടിക്കണം, എങ്കിൽ മാത്രമേ അവർക്ക് ഭരിക്കാൻ നിയമസഭയിലേക്ക് എത്താൻ പറ്റും. BJP-യുടെ അവസ്ഥ എനിക്ക് തോന്നുന്നത് BJP മധ്യ കേരളത്തിൽ നിന്നല്ല, കേരളത്തിൽ മുഴുവനായി എടുത്താൽ ഒരു 2-നപ്പുറം സീറ്റ് കിട്ടുന്ന നിലവിലുള്ള കണക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതിന് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതും പറയാൻ പറ്റില്ല, അത് എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നിയമം കൊണ്ട് ഈ മണ്ഡലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കൺസൾട്ടേഷൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് BJP. എന്റെ അഭിപ്രായത്തിൽ BJP ഇത്തവണ അക്കൗണ്ട് തുറക്കില്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഒരു സാധ്യത ഞാൻ കാണുന്നത് നേമത്ത് മാത്രമാണ്. അതും സാധ്യത കുറവാണ്. ജയിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അപ്രതീക്ഷിതമായ കാട്ടാക്കട, ചാത്തന്നൂർ, കഴക്കൂട്ടം 2 മണ്ഡലങ്ങൾ കാണുന്നുണ്ട്. അതിനകത്ത് നിയമമില്ല, എന്തായാലും നിയമമില്ല. ശരി, എനിക്ക് തോന്നുന്നു ഇവരെ ഏറെക്കുറെ ഒരു കാൽക്കുലേഷനിൽ എത്തിയിട്ടുണ്ട്. പറയുന്നോ, ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നോ എങ്ങനെയായിരിക്കും? പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഞാനില്ല, ട്രോള് കിട്ടേണ്ടി വരും, വയ്യ. ഇവിടെ 2 അക്കൗണ്ട് BJP തുറക്കുന്ന ഏറെക്കുറെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. UDF-ന്റെ അവസ്ഥ എന്തായിരിക്കും സുനിൽ? ഞാൻ വിചാരിക്കുന്നത് ഒരു നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും ഇത്തവണ UDF അധികാരത്തിൽ വരുമെന്നാണ്. ഇത് നമ്മുടെ സർവേക്കാർ കളിച്ച സേഫ് കളിയാണ്. ഞാൻ വലിയ ഭൂരിപക്ഷം ഒന്നും പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. അത് ഈ പറഞ്ഞതുപോലെ അടിത്തട്ടിൽ വലിയ നമ്മൾ കാണാത്ത എന്തെങ്കിലും ഒരു വേവ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഭൂരിപക്ഷം VD സതീശനൊക്കെ പറയുന്ന പോലെ 100 കടക്കാനൊക്കെ ഉള്ള സാധ്യതയുള്ളൂ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ഒരു കണക്ക് കൂട്ടലിൽ ഇത്തവണ UDF ഒരു കാരണവശാലും വരില്ല അധികാരത്തിൽ. എത്ര സീറ്റ് പറയുന്നോ? പിണറായി വിജയൻ ഒരു കാര്യം അന്ന് നമ്മളെ ഇന്റർവ്യൂവിൽ പ്രമോദ് സാറിനോട് പറഞ്ഞിരുന്നു. ഞാനൊരു മറുപടി കരുതി വെച്ചിട്ടുണ്ട്, അത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പറയാം. ഇലക്ഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹം എന്താ പറയുന്നതെന്ന് കേൾക്കണം. എല്ലാവരുടെയും മനസ്സിനകത്ത് ഏറെക്കുറെ ഒരു കാൽക്കുലേഷൻ എത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് പറയാറില്ല. ഇനിയുള്ള 2 ദിവസം വളരെ നിർണായകമായിരിക്കും. എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാല് നമ്മുടെ ജനങ്ങൾ ഒരു 80-85% ആളുകളും ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ബാക്കിയെല്ലാം കഴിഞ്ഞു. ഇനി അത് വോട്ട് ചെയ്യാൻ പോകുന്ന അവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു പുഷ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അത് നടക്കും അടുത്ത ദിവസം. പുതിയ അജണ്ടയിലേക്കൊന്നും പോകാനില്ല. നേരത്തെ ഡീലൊക്കെ തുടങ്ങി, അങ്ങനെ പല അജണ്ടകൾ കഴിഞ്ഞു. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം നിശബ്ദ പ്രചരണത്തിന്റെ അന്താണ് കെ സുധാകരൻ EP ജയരാജനെ ആ വെടിപൊട്ടിക്കുന്നത്. നമ്മുടെ അതുപോലെ പലതുണ്ട്. KK രമയെ VS അച്യുതാനന്ദൻ കാണാൻ പോയത് അത് അന്ന് ആ വിവാദം ഉണ്ടാവുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചരണത്തിന്റെ അന്ന് രാവിലെയാണ് സുധാകരൻ ഈ ആരോപണം ഉന്നയിക്കുന്നതും അത് EP ജയരാജൻ അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് രാവിലെ 7 മണി വരെ നമ്മൾ കാത്തിരിക്കണം, എന്തെങ്കിലുമൊക്കെ വരും. അതെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. കേരളമല്ലേ. എന്തായാലും ഈ വിവാദങ്ങളും വിഷയങ്ങളും എല്ലാം ആളുകൾ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. അവർ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ പറയാറില്ലേ, വലിയ രീതിയിൽ രാഷ്ട്രീയ ബോധ്യമുള്ളവരാണ് മലയാളികൾ കേരളത്തിൽ. ഞാൻ ഒരു കാര്യം കൂടി പറയാം. അതായത് ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലൂടെ കറങ്ങിയിരുന്നു. എനിക്ക് ഏകദേശം അവിടുത്തെ ആളുകളെ ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. അത് ട്രെൻഡാന്ന് പറയാൻ കാരണം റിസൾട്ട് വന്നതിന് ശേഷം ഇതായിരുന്നു എനിക്ക് ഏകദേശം മനസ്സിലായത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകൾ അങ്ങനെയല്ല. അവർ ചിലപ്പോൾ മനസ്സിലുള്ളത് പുറത്ത് പറഞ്ഞു കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈലന്റ് ആയിട്ട്
അവരുടെ ട്രെൻഡ് എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ പറയാനേ പറ്റില്ല. നമ്മൾ കണ്ട കാഴ്ചകൾ അവരുടെ പ്രതികരണങ്ങളിൽ വെച്ചൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞത്. യെസ്, എന്തായാലും UDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ ഓപ്പോസിറ്റ് വലിയ ഒരു തരംഗമുണ്ട് എന്ന് പറയുമ്പോൾ LDF ക്യാമ്പ് അങ്ങനെ വലിയൊരു നിരാശയിലോ ആശങ്കയിലോ ഒന്നുമില്ല എന്നുകൂടി പറയട്ടെ. അത് നേതാക്കളോടായാലും പാർട്ടി അണികളോടായാലും നമ്മൾ ചോദിക്കുമ്പോഴേ അത്ര വലിയ ആശങ്കപ്പെടേണ്ട അല്ലെങ്കിൽ ഒരു പറയത്തക്ക UDF തരംഗമൊന്നുമില്ല, ഭരണവിരുദ്ധ വികാരമില്ല എന്നവർ ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കണം നമ്മൾ എന്നേക്ക് വരെ, വിധി വരുന്നത് വരെ അതിന് പിന്നെയും ഒരു മാസം കാത്തിരിക്കണം. അതാണ് ഏറ്റവും വലിയ വിഷമമുള്ള കാര്യം. ഇതിങ്ങനെ മനസ്സിൽ വെച്ച് ഇങ്ങനെ ആര് വരും എന്ന ചോദ്യം ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ചോദിക്കണ്ടേ. കാത്തിരിക്കണം. യെസ്, കാത്തിരിക്കാം. അപ്പോൾ നമുക്ക് വിധി വരുന്നത് വരെ മെയ് 9-ാം തീയതി വരെ. അപ്പോൾ നമ്മുടെ തീപാറും മണ്ഡലം പരിപാടി ഇതാ ഇവിടെ നിയമസഭാ കവാടത്തിന് മുന്നിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനിയുള്ള 3 ദിവസം നമുക്ക് സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് പോരാട്ടത്തിന് വിവരങ്ങൾ അറിയിക്കാം. ഇവരെല്ലാവരും ഫീൽഡിലുണ്ടാവും. ഓക്കെ, ബൈ.